ഹായ് ഹലോ, ചില്ലിങ് വിത്ത് വാവാസിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയ സംശയം നിങ്ങളോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ഉത്തരം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവർക്കും അറിയുന്നത് പോലെ നാരങ്ങ ചെടിയാണ്. നാരകം എന്ന് പറയും, നാരങ്ങാച്ചെടി എന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ എനിക്കുള്ളൊരു സംശയം, ഞാനിതിൽ എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോകളിൽ പറയുന്നുണ്ട് നാരങ്ങാച്ചെടി വീട്ടിൽ നമ്മൾ നട്ട് വളർത്താൻ പാടില്ല എന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നാരകം നട്ടാൽ നശിച്ചു പോകും എന്നൊക്കെ പഴമൊഴിയെന്നും അതുപോലെ വലിയവർ മുത്തശ്ശന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നും അത് വീട്ടിൽ നട്ട് വളർത്താൻ പാടില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരു ഭാഗം പറയണത് അതാണേ. എന്നിരുന്നാൽ മറുഭാഗം പറയുന്നത്, അതുപോലെ വേറെ കുറേ വീഡിയോകളിൽ ഞാൻ കാണാനിടയായിട്ടുള്ളത്, നാരങ്ങ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അംശമാണ് നാരങ്ങ. അതായത് നമ്മൾ ദേവിക്ക് നാരങ്ങാമാല ചാർത്താറുണ്ട്. നാരകത്തിൽ ചെറുനാരങ്ങയിൽ കുങ്കുമവും മഞ്ഞളും ഇട്ട് ദേവിക്ക് പൂജാസ്ഥലത്ത് വെക്കാറുണ്ട്. അതുപോലെ നമ്മൾ പല കാര്യങ്ങൾക്കും നാരങ്ങ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. കാരണം ഒരുപാട് വീഡിയോകളിൽ അത് പറ്റുന്നും ഒരുപാട് വീഡിയോകളിൽ പറ്റൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായി അറിയണ ഒരാൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്തേക്കണേ. ഇതിലേതാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന്. ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുള്ളത് നാരകം നട്ടാൽ നശിച്ചു പോവും, അത് ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഉറക്കം ഉണർന്ന് മുറ്റത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. പിന്നെ നാരകം നട്ട വീട്ടിലൊരിക്കലും ഗതി പിടിക്കത്തില്ല, നശിച്ച് അങ്ങ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ആയിപ്പോകുമെന്ന് പറയുന്ന കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും മഹാലക്ഷ്മിയുടെ അംശമാണ് നാരങ്ങ നട്ട് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത സൗഭാഗ്യം ഉണ്ടാവില്ല. അതായത് നമുക്ക് ധനം തരുന്നത് മഹാലക്ഷ്മി. അപ്പോൾ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിനപ്പുറം ആ വീട്ടിലേക്കുള്ള സൗഭാഗ്യം വേറെ എന്തെങ്കിലും വേണോ എന്നാണ് കുറച്ച് ഭാഗം പറയാറുള്ളത്. അപ്പോൾ ഇതിലേതാണ് ശരിയെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാനിതിലൊക്കെ കുറച്ച് വിശ്വാസമുള്ളവരായതുകൊണ്ട് എനിക്ക് പൂജയും കാര്യങ്ങളിലൊക്കെ കുറച്ച് വിശ്വാസമാണ്. കാരണം അതങ്ങനെയാണ്. അമ്പലത്തോടുള്ള ഒരു അടുപ്പം, ദേവന്മാരോടുള്ള ഒരു അടുപ്പം അങ്ങനെ ആയിരിക്കും. പ്രാർത്ഥനകളും വിളക്കുകളും ഒന്നും ഞാൻ മുടക്കാറില്ല. ഒരു വ്രതങ്ങളും എന്നാലാവുന്ന എല്ലാ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഒരു പ്രതീക്ഷ ഇതിൽ. അപ്പം നമ്മൾ പറയാറില്ലേ, ചെറുനാരങ്ങ കൊണ്ട് എല്ലാം ഈശ്വരന്മാർക്ക് ചെറുനാരങ്ങ വെച്ചിട്ടെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. പൂജകളും കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നാരകം നട്ടാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ചിലവർ പറയും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് എന്തിനാണ് നാരങ്ങ മല ചാർത്തുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇനി അത് കായ് ആയതുകൊണ്ടാണ്, അതായത് നാരങ്ങ ഒരു ഫലമാണല്ലോ, അത് ചാർത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിന് ചെടി നട്ട് വളർത്താൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഈ ഒരു സംശയം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോക്ക് ഒരു കമൻറ്റ് നിങ്ങളെ വക കിട്ടുവാണെങ്കിൽ എനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും അത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങളിതിൽ എഴുതി അറിയിക്കാം. അപ്പോൾ വിളക്കുകൾ കത്തിക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട്, നാരങ്ങ മുറിച്ചിട്ട് നമ്മൾ കുങ്കുമവും മഞ്ഞളും തൊട്ട് വിളക്കിൻ്റെ രണ്ട് സൈഡും വെച്ചിട്ട് പൂജ കഴിച്ചാൽ മഹാലക്ഷ്മിയുടെ സർവ്വകടാക്ഷങ്ങളും നമുക്ക് കിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനം അതാണല്ലോ. ഈശ്വരന്മാരുടെ അനുഗ്രഹമാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഇത്രയും ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.